നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലോഗോസ് ക്വിസിന്റെ ഭാഗങ്ങളുമായി ഞാൻ വന്നിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ? 8 മാസമായി ഞാൻ ഈ ചാനൽ ആരംഭിച്ചിട്ട് കഴിഞ്ഞ ലോഗോസ് ക്വിസിന്റെ ഭാഗങ്ങൾ കുറേ പേർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നുവെന്ന് വിളിച്ചറിയിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ വർഷത്തെ ലോഗോസ് ക്വിസിന്റെ ഭാഗങ്ങളുമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അതുപോലെ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആക്സിഡൻറ്റിൽ ചെറിയൊരു ഫ്രാക്ചർ കാരണം ലീവിലാണെന്ന്. അത് ഭേദമായോന്നും ജോലിയിൽ ജോയിൻ ചെയ്യാറായോന്നും ഒക്കെ എൻ്റെ കൂട്ടുകാർ അന്വേഷിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ ജോലി അന്വേഷിച്ച് ഉള്ള ഓട്ടത്തിലാണിപ്പോൾ. 4 വർഷമായി ജോലി ചെയ്തിരുന്ന സ്കൂളിൽ നിന്നും 1 വർഷത്തേക്ക് ലീവെടുത്ത് അതിനുശേഷം ആ സ്കൂളിൽ തന്നെ മടങ്ങിപ്പോകാം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു, ആശ്വാസത്തിലായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക, എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായമാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ചെറിയവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം: കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: സഹോദരൻ തെറ്റു ചെയ്താൽ എന്തു ചെയ്യണം? ഉത്തരം: അവനെ ശാസിക്കണം. മൂന്നാമത്തെ ചോദ്യം: സഹോദരൻ പശ്ചാത്തപിച്ചാൽ എന്തു ചെയ്യണം? ഉത്തരം: അവനോട് ക്ഷമിക്കണം. നാലാമത്തെ ചോദ്യം: ഒരു കടുകുമണിയോളം വിശ്വാസം നിനക്കുണ്ടായാൽ എന്തു സംഭവിക്കുമെന്നാണ് യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞത്? ഉത്തരം: സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അഞ്ചാമത്തെ ചോദ്യം: യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത് എത്ര കുഷ്ഠരോഗികളാണ്? ഉത്തരം: 10. ആറാമത്തെ ചോദ്യം: സുഖം പ്രാപിച്ച കുഷ്ഠരോഗികളിൽ എത്ര പേരാണ് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്? ഉത്തരം: 1. ഏഴാമത്തെ ചോദ്യം: എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം: കുഷ്ഠരോഗം മാറി തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ശമരിയാക്കാരനോട്. എട്ടാമത്തെ ചോദ്യം: എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഫരിസേയർ എന്ത് ചോദിച്ചപ്പോഴാണ് യേശു ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം: ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് മറുപടിയായി. ഒൻപതാമത്തെ ചോദ്യം: ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എന്താണ് സംഭവിച്ചത്? ഉത്തരം: സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെല്ലാം നശിപ്പിച്ചു. അതായത് സോതോമിനെ നശിപ്പിച്ചു. പത്താമത്തെ ചോദ്യം: നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ ആരുടെ ദിവസങ്ങളിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ. 11ാമത്തെ ചോദ്യം: മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവർ എന്തു ചെയ്യരുതെന്നാണ് പറയുന്നത്? ഉത്തരം: വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങരുതെന്ന്. 12ാമത്തെ ചോദ്യം: വയലിലായിരിക്കുന്നവൻ എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്? ഉത്തരം: പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. 13ാമത്തെ ചോദ്യം: ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം: പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പുതൂണായി. 14ാമത്തെ ചോദ്യം: തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ എന്താണ് ചെയ്യുന്നത്?
ഉത്തരം അത് നിലനിർത്തും. 15ാമത്തെ ചോദ്യം. ശവം ഉള്ളിടത്ത് ആരാണ് വന്നുകൂടുന്നത്? ഉത്തരം കഴുകന്മാർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി.